Hello families, welcome back to our channel Lab Family Vlogs. So finally, ഇന്നത്തെ ഇൻട്രോ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു, അല്ല നമ്മളെ വിചാരിച്ചു എന്തോ റൂമിലാണല്ലോ എടുക്കണം. അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ എടുക്കാം. വെളിയിൽ ഔട്ടിംഗ് ആയിട്ട് സിസുവിനെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. നമ്മള് സിസു ലേക്കിലാണ് വന്നിരിക്കുന്നത്. യെസ്, നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന സിസു ലേക്കാണ്. അപ്പൊ സിസു ലേക്കിന്റെ വീഡിയോ കാണിക്കുന്ന മുന്നേ നമ്മൾ വന്ന വഴികളെല്ലാം വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് കീലോങ്ങിലൊക്കെ പോയായിരുന്നു. കീലോങ്ങിൽ പോയിട്ടൊക്കെയാണ് തിരിച്ച് സിസുവിലോട്ട് വന്നത്. അതിന്റെ വ്യൂസ് എല്ലാം അടിപൊളിയാണ്. മൗണ്ടൻസിലെ ഐസും ആ വ്യൂസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സത്യം. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ട് പോയി. എന്നിട്ട് നമ്മൾ സിസു ലേക്കാണ്. ഓക്കെ, ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്. ഇന്നലെ കുറച്ചും കൂടെ വെയിലുണ്ട്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ ഇന്ന് തണുപ്പ് കാണുമെന്ന് വിചാരിച്ചിട്ട് അകത്ത് 2-3 ഡ്രസ് സ്വെറ്റർ ഫുൾ പ്രൊട്ടക്ഷൻ ആയിട്ട് വന്നപ്പോഴത്തേക്ക് നേരെ ഉപ്പിടാതെ വന്നു തണുപ്പ്. അതങ്ങനെയാണ് ഞാൻ പൊതുവെ എന്തൊക്കെ ഓപ്പോസിറ്റ് എപ്പോഴും തണുപ്പ്. ഓൺ ദ വേ ടു സിസു അല്ലേ? സോ എക്സൈറ്റഡ്, റിയലി സോ എക്സൈറ്റഡ്. പിന്നെ എടുത്ത് പറയാനുള്ളത്, ആക്ച്വലി എല്ലാരും പറയും സ്നോ ക്ലൈമറ്റ് അടിപൊളി പറയും. സ്നോ ക്ലൈമറ്റ് അടിപൊളി, പക്ഷെ അതല്ലാതെ ഈ ഒരു സണ്ണി അല്ലെ ഹാർഡ് സ്നോയും ഹാർഡ് ഗ്രീനറി ബ്യൂട്ടി ഉണ്ട്. അത് വേറെ ലെവലാണ്. ഗൈസ്, ഇതാണ് ചന്ദ്ര റിവർ. ഈ ചന്ദ്ര റിവർ നേരെ പാകിസ്ഥാനിലോട്ട് പോണെന്നാണ് പറയണത് അല്ലേ ഏട്ടാ? ഓക്കെ, ആക്ച്വലി ഈ പാലവും കഴിഞ്ഞ് വന്ന് ആ നേരെ പോണത് കോക്സാറും ഇങ്ങോട്ട് പോണത് സിസു. ഇന്നലെ നമ്മള് കോക്സാറ് പോയോണ്ട് തന്നെ ഇന്ന് നമ്മൾ നേരെ സിസുവിലോട്ട് പോണം അല്ലേ? ഓക്കെ, പക്ഷെ എക്സ്പീരിയൻസ് ഇന്നലെ നല്ല ചൂടായിരുന്നു, ഇന്ന് തണുപ്പ്. ഇനി വെളിയിൽ വെയിലാണെങ്കിൽ അകത്ത് തണുപ്പായിരിക്കും. വെളിയിൽ തണുപ്പാണെങ്കിൽ അകത്ത് ചൂടായിരിക്കും. ഇന്നലെ നടുക്കത്തിയോ ചൂടുണ്ടായിരുന്നു. ആ ശരിയാണ് കേട്ടാ. അപ്പൊ ഇവിടെ ഇന്ന് അട്ടിലിന്റെ വെളിയിൽ ചൂടായോണ്ട് അട്ടിലിന്റെ അകത്ത് തണുപ്പ് ഇല്ലേ? പക്ഷെ അപ്പൊ ഒരു രക്ഷയിലിട്ട് എന്റെ കാലൊക്കെ പോയി. എനിക്ക് ഇവിടേക്ക് പറ്റാത്തൊരവസ്ഥയായി പോയി. അല്ല അട്ടിട്ടാന്ന് വെച്ചാൽ എന്റെ പല ഇങ്ങനെയാണ് ഇരുന്നല്ലേ.
നമുക്ക് സമയം കളയുന്നതിന് നേരെ സിസുവിലോട്ട് പോകും. കാരണം സിസുവിലേക്ക് സിസ വാട്ടർഫോള് ചിലപ്പം കേലോങ്ങിലും കൂടെ പോവും അല്ലേ, സമയം ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, ഇതാണ് സിസുവിലോട്ട് പോണ റൂട്ട് എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ സിസുവിലോട്ട് എത്തൂല, ആദ്യം ലഹോള് കഴിഞ്ഞിട്ടാണ് സിസുവിലോട്ട് എത്തണം അല്ലേ ഏട്ടാ? ഇവിടെ പോലീസ് ഉണ്ട് കേട്ടാ, പോലീസ് ഫൈൻ വരെ അടിക്കും അല്ലേ, ഹെൽമറ്റ് വച്ചില്ലെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. നമ്മളടുത്ത് പെട്ടെന്ന് പോന്ന് പറയാണ് ചെയ്യണത്. ഇത് മരുഭൂമി കണക്കല്ലേ, ഗ്രീനറിയോ അല്ല സ്നോയോ അല്ല, അങ്ങനത്തെ ഒരു എഫക്റ്റ്. ഇവിടെ ഐസാണ് കേട്ടോ ഈ രണ്ട് സൈഡും, പക്ഷെ ഓൾഡ് ഐസാണ് കേട്ടോ. എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഉള്ള ഐസാണെന്ന് തോന്നി ഇതെല്ലാം. അഴുക്കുടിച്ചിട്ട് കൈലാസ പർവ്വതം മോളില് സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ ഗൈസ്. ഇതാണ് ചന്ദ്ര റിവർ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്നല്ലോ. ഇത് നേരെ പാകിസ്ഥാനിലോട്ടാണ് പോണെന്നാണ് പറയുന്നത്. ഫോക്സിനെക്കാളും എൻ്റെ ഡിഫറെന്റ് ഒരു ബ്യൂട്ടിയാണ് അല്ലേ സിസുവിന്? സിസു അല്ല, സിസു പോണ വഴി. ഇവിടെ പറഞ്ഞവര് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. കാരണം ഇപ്പുറത്തെ സൈഡ് അറിയാലോ, മറിഞ്ഞടിച്ച് വീണ പിന്നെ അതൊക്കെ പോയിട്ട് അതാണ് സൂക്ഷിച്ച് പോകണം. കാരണം ഇവിടെ ഫുൾ ടാറൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കുണ്ടും കുഴികളാണ് ഉള്ളത്. വെള്ളം വാട്ടർഫോള്, അതായത് ചെറിയ വാട്ടർഫോളാണ്. വെള്ളം ഐസ് ഉരുകണതാണത്, ചെറിയ ഇടവഴി. അവർക്ക് സത്യം നല്ല റോഡാക്കായിരുന്നല്ലേ ഇതൊക്കെ. ഇതെല്ലാം പൊളിഞ്ഞു പോണതാണ്, ലാൻഡ് സ്ലൈഡ് വന്ന് പൊളിഞ്ഞു പോണതായിരിക്കും അല്ലേ. ഇവിടെ എപ്പോഴും ഇവിടെ എപ്പോഴും ലാൻഡ് സ്ലൈഡ് നടക്കും എന്നാണ് ഏട്ടൻ പറയുന്നത്. എനിക്ക് കാണിച്ചു തന്നില്ല ഏട്ടാ. ഞാൻ ഇവിടെ അച്ഛൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡില് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. കാരണം ചില ആൾക്കാരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നോക്ക് അവിടെ ഒരാൾ അങ്ങനെ നിൽക്കണം, നോക്കി ഇങ്ങനെ നിൽക്കണം. സത്യം പറഞ്ഞാൽ ഡേഞ്ചർ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ? എനിക്കൊന്ന് അവിടുത്തെ ആൾക്കാർ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഈ വഴി സൂക്ഷിച്ച് പോണം കേട്ടോ. ഇവിടെ വാട്ടർഫോൾ ഉണ്ട് കേട്ടോ, സ്മോൾ വാട്ടർഫോൾ. എടുക്കാം. നേരത്തെ വഴി എന്തായിരുന്നല്ലേ? അതാണ് വരുമ്പോ സൂക്ഷിച്ചു വേണം എല്ലാവരും ഡ്രൈവ് ചെയ്ത് വരാൻ. അല്ലാതെ ഭയങ്കര സ്പീഡിലൊന്നും ആരും വരല്ലേ കേട്ടാ. സ്പീഡിൽ പിന്നെ ഒരു കാര്യം കൂടി, എപ്പോഴും പോലീസ് ചെക്കിങ് ഉണ്ടാവും. നേരത്തെ ഒരു പോലീസ് മാമിനെ കണ്ടില്ലേ. അതേപോലെ ഇവിടുത്തെ മരങ്ങൾക്കൊന്നും ഇലയുമില്ല. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, താഴെ പുല്ലുണ്ട്, പിന്നെന്താ ഇവര് മരങ്ങളുടെ ഇല കാണാത്തത്? അതുപോലെ നീയലെനിക്ക് പറഞ്ഞു തന്നത് വെള്ളം എപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ മരത്തിന് വെള്ളമല്ലേ ആവശ്യം? ഇന്നലെയൊക്കെ മഞ്ഞല്ലായിരുന്നാ? ഓ, മഞ്ഞായോണ്ട് വരൂലല്ലേ? കൊള്ളാം. ഇവിടുത്തെ വീടുകളോടെ ഇതല്ലോ. അല്ല ജോലിയുടെ സ്ഥലങ്ങൾ. നമ്മളൊരു വീഡിയോ കണ്ടപ്പോ ഫുൾ പച്ചപ്പും മഞ്ഞൊക്കെ നിറഞ്ഞതായിരുന്നു. ഇവിടെ കണ്ടപ്പോ ഫുൾ മരഭൂമിയാണ്. എല്ലാം ഉണങ്ങി കാണാടാ. ഓ അല്ല, കുറച്ച് പച്ചപ്പൊക്കെ എന്നാലും ഓവറായിട്ടില്ല. ഇത് ലഹോളാണ് കേട്ടാ. ലഹോള് കഴിഞ്ഞല്ലേ? അപ്പല്ലോ ഇത് ആർച്ചാണ്. അപ്പല്ലോ ലഹോൾ
ഇത്. ഇത് ലഹോൾ വില്ലേജ് ആണ്. ടെന്റ് അടിച്ചേക്കണം നോക്ക്. ടെന്റ് ഹോം സ്റ്റേ ആയിരിക്കും അല്ലേ ഏട്ടാ? നിന്റെ ഫോൺ തന്നെ വെച്ചോണ്ടിരിക്കുന്നത്. ആ ഒരു മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് വന്നാലും കഴിക്കാനൊക്കെ പറ്റും കേട്ടാ. ബസ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഹിമാചൽ ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ. ഗവൺമെന്റ് ബസ്സാണ് ഇത്. മണാലിലോട്ട് പോണ ബസ്സാണ്. മിലിറ്ററി ഉണ്ടോ ഇവിടെ? ഞാനിപ്പോഴാണ് കേട്ടോ മിലിറ്ററി ഉണ്ടോന്ന്. ഞാൻ ചേച്ചി ഇവിടെ മിലിറ്ററി ഒന്നും ഇല്ലെന്നാണ് വിചാരിച്ചു. ഏത് സിസു ലേക്കാ? അല്ല അല്ല, സിസുലേക്ക് ഇനിയും പോണം. ഇതാ സിസുലേക്ക്. ഗൈസ് ഇതാണ് സിസുലേക്ക് കേട്ടോ. അപ്പൊ താഴെ ഇറങ്ങാൻ പറ്റും. ഓ ടോപ്പ് എന്നുള്ള വ്യൂ. ഫൈനലി വെൽക്കം ടു സിസു. അങ്ങനെ സിസു ഒഫീഷ്യലി എൻ്റർ ആയിരിക്കാണ് ഗൈസ്. നമ്മളിവിടെ ഇവിടെ ഫുൾ ഹോം സ്റ്റേ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. കുറെ ഹോം സ്റ്റേസ് ഉണ്ട്. ഇവിടുന്ന് 32 കിലോമീറ്റർ ഇനിയുണ്ട്. കേലോങ് ഇനിയുണ്ട് കേട്ടോ പോവാൻ. വിടുമെന്ന് അറിഞ്ഞൂടല്ലോ. എന്താ വിടാത്തത്? ഇത് പാസിൽ ചിലപ്പോ ഇതേപോലെ ഇടിഞ്ഞിറക്കണേ ക്ലോസ് ചെയ്തിരിക്കും. ഓ സിസുവിന്റെ സ്കൂൾ നോക്ക്. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ഒരു സ്റ്റേറ്റ് അപ്പ് സ്കൂൾ കാണാതിരിക്കും. ശരിയാണ്. എന്ത് മണ്ടത്തനം ജോലി എന്നെ ചോദിച്ചു. പക്ഷെ അവരെ വീടുകളൊക്കെ കണ്ട പിന്നെ വീടല്ലേ എല്ലാം. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നവർ എങ്ങനെ ഈ തണുപ്പൊക്കെ കൊള്ളുന്നത്? അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വെളുപ്പം തോന്നുന്നത്. ഇവർക്ക് സത്യമില്ല ഏട്ടാ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ബ്ലഷ് ഇട്ടാലേ നമുക്ക് ചീക്സിന് ബ്ലഷ് അറിയുള്ളൂ. ഇവിടത്തുള്ളവർക്ക് നാച്ചുറൽ ബ്ലഷ് ആണ് ഉള്ളത്. ഞാൻ കണ്ടു. അതേപോലെ തന്നെ ഇവിടുത്തെ ആന്റിമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഭംഗിയാണ്. എസ്പെഷ്യലി ബോയ്സിന് കിടുഭംഗി. ഇത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചതാണോ? ഇത് സീനല്ലേ ഇവിടെ താമസിക്കുന്നവര്. എത്ര കിലോമീറ്റർ എത്ര ഹൈറ്റ്? നമ്മള് 1700 ഹൈറ്റ്. 10,000 എന്തോ 10,000 ഫീറ്റ് എന്തോടാന്ന് തോന്നുന്നു. 10,170 ഫീറ്റ് ഉണ്ടല്ലേ സിസു? അത്രയും ഹൈറ്റ് ഇരിക്കണം എന്നാണ് അർത്ഥം. അവിടെ എങ്ങനെയാണ് എത്തുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വേറെ വല്ല വഴികളുണ്ടാകും കേട്ടോ. ഇത് ഏതൊരു ഫേമസ് ക്ഷേത്രമാണ് കേട്ടോ. ജയരാജ ജയപ്പൻ മന്ദിർ. അങ്ങനെ ഫേമസ് തന്നെയാണ് ഇത്. ഫേമസ് തന്നെ. പക്ഷെ ആരും അവിടെ ഇല്ല തോളെ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്റെ മണ്ടയിൽ ഐസ് ഉണ്ടോ? അവിടെ കാണും കേട്ടോ. പോയി എവിടെ പോണതാണ് സത്യം പറഞ്ഞു. മൊത്തം ലാൻഡ് സ്ലൈഡിങ് ഏരിയ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയും. കാരണം എനിക്ക് ഫുൾ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് പേടിയാവൂല. ടൂറിസ്റ്റ് സ്പോട്ടാണ്. കാരണം കാറുകളും വണ്ടികളൊക്കെ വരും. ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സ്നോ ഉണ്ടാ? അടിപൊളിയാട്ടാ. സിസുവിന് സ്നോ ഉണ്ടെന്ന് തോന്നുന്നു വാച്ചി. സിസു കഴിഞ്ഞ എപ്പോ ഞാറില്ല. പിന്നെ ഇതെവിടെ പോണത്? റൂട്ടാണ് തോന്നുന്നത്. അറിഞ്ഞൂടാ, നോക്കട്ടെ. അടിപൊളിയാട്ടാ. വേറെ ലെവലാട്ടാ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കണം നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ പോണ്ടിരിക്കുകയാണ്. ഒരിടത്തും ഒന്നും എഴുതിയിട്ടില്ല. അതാണ് മെയിൻ ഒരു പ്രോബ്ലം. തുണി കഴുകണം.
27 കിലോമീറ്റർ ഓ, കിലോന്നല്ല കേട്ടോ, കെലോ. കെലോ. സത്യം പറഞ്ഞ എനിക്ക് മറ്റേ ആട് ജീവിതം ഓർമ്മ വന്നടോ. അതെ, ഈ മറ്റേ ഈ മരങ്ങൾക്കൊന്നും ലീസ് ഇല്ലാത്തോണ്ട് വിറക് നോക്കി പശു കാർഗോഡ് അങ്ങനെ എന്തോ ഇരിക്കുന്നു. കാർഗോഡ്. ഞാൻ ആലോചിക്കുന്നു, ഇവിടുത്തെ ആൾക്കാരില്ലേ, എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ പോലും അവർ എത്ര കിലോമീറ്റർ താണ്ടിയായിരിക്കണം അല്ലേ പോവേണ്ടത്, അല്ലേ ഏട്ടാ? സത്യം സത്യം. ചില ടൈമില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. കാരണം ഇവർക്കിത് യൂസ്ഡ് ആയിരിക്കും അല്ലേ, ഇതേപോലെ ഇങ്ങനെ കഴുകണതും അല്ലെങ്കിൽ ആ ചാനലിൽ കൂടെ വർണ്ണത്തിൽ കൂടെ കുളിക്കണതും എല്ലാം ഇവർക്ക് യൂസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ ജീവിത രീതി അവർ സെറ്റായി കാണും. നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ വില്ലേജുകളുടെ ആ ഒരു ബ്യൂട്ടിയും അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ ഏട്ടാ? ഇവിടെ റെസ്റ്റോറൻറ്റ് നിൽക്കുകയാണ്. കാരണം നമ്മൾ പോണത് ഒരു അന്തവും കുന്തമില്ലാത്ത രീതിയിലാണ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ ഒരു 5 മിനിറ്റ്സ് നമ്മളിവിടെ റെസ്റ്റ് എടുത്ത ശേഷം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണേന്നും കൂടെ അറിയണമല്ലേ, അതിനുശേഷം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അടിപൊളി. സോ ഗൈസ്, നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്തിന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാമേ. ഇത് വാട്ടർ അതോറിറ്റിയുടെ എന്തോ ഒരു, അയ്യോ ഇത് വാട്ടർ അതോറിറ്റി ഇല്ല, അതാണ് ടോയ്ലറ്റ് വെച്ച് ഞാൻ വിചാരിച്ചത് വാട്ടർ അതോറിറ്റിയിൽ എന്തോ ഉണ്ടോ. കാണിച്ചു തരാം, കാണിച്ചു തരാം. നിൽക്കേ ഉണ്ടോ, ഫുൾ സ്നോ അല്ല, അടിപൊളിയല്ലേ. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഫുൾ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങാൻ്റെ മണ്ടേ കണ്ട, ആ മണ്ടയിൽ ഫുൾ സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ട. ഇതിന്റെ താഴെ കാണിച്ചു തരാം, കൊക്ക എന്താ ഗൈസ്, ഇതിന്റെ താഴെ ഞാൻ ഇറങ്ങില്ല ഉണ്ടാ. അടിപൊളിയില്ല. അയ്യോ എന്റെ താഴെയൊക്കെ വീടുണ്ടടാ. അവരെങ്ങനെ എന്റെ താഴെയൊക്കെ വീട്ടില് പോകുന്നത്? വഴിയുണ്ടോ എന്റെ അകത്തോട്ടൊക്കെ പോവാൻ? കണ്ടാ സൂപ്പർ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഈ മല കാണുമ്പോഴില്ലേ മറ്റേ മഹാദേവന്റെ സീരിയൽ ഓർമ്മ പറഞ്ഞടാ. സോ ഗൈസ്, നമ്മളിവിടെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ സിസു ലേക്കും സിസു വാട്ടർഫോളും നമ്മൾ പോയി കഴിഞ്ഞല്ലേ, അത് കഴിഞ്ഞാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ഒരു റോഡ് ഉണ്ടോ, ഇത് നേരെ പോയാൽ എവിടെ എത്തും? കേലോങ്ങിൽ എത്തും. പക്ഷെ ഇപ്പൊ നമ്മൾ കേലോങ്ങിൽ പോകാൻ നോക്കുന്നില്ല, കാരണം കുറച്ചും കൂടെ ഉണ്ടല്ലേ, 21 കിലോമീറ്റർ ഉണ്ട്. അപ്പം പിന്നെ ഒരു ദിവസം കിലോമീറ്റർ ഉള്ളൂ അല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാം, 1 മിനിറ്റല്ലേ ഉള്ളൂ. പോയി കിലോങ്കിൽ ആ മൊണാസ്ട്രി പോയി നോക്കിട്ട് വരാം. ഓക്കെ, എന്നാ അങ്ങനെ ഇത് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് മനസ്സ് മറിയുന്നത് എനിക്ക് അറിഞ്ഞില്ല, അത് വേറൊരു കാര്യം. അപ്പം നമുക്ക് കേലോങ്ങില് പോയി ഒരു മൊണാസ്ട്രി ഉണ്ട്, അവിടെ നമുക്ക് പോയി നോക്കിട്ട് വരാം. ഓക്കെ, കർഡാങ് മൊണസ്ട്രി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ആക്ച്വലി കേലോങ്ങിൽ ആ മൊണസ്ട്രി മാത്രമേ കാണാവുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്നോ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ കൊള്ളാവുന്ന ഏട്ടൻ പറഞ്ഞു. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദീകരണം അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കേലോങ്ങിൽ ആ മൊണസ്ട്രി പോയി ഒന്ന് കണ്ടിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്,
ലാർജസ്റ്റ് ഏൻഷ്യൻ ബുദ്ധ ഇതാണ് കേട്ടാ ഇന്നത് പറ സെൻറ്റി ഗൈസ്. ഞാൻ ഫുൾ സെൻറ്റി, കാരണം എനിക്ക് ഫുൾ പേടിയായി കേട്ടാ. ഏത് സ്ഥലവും ഞാൻ കാണിച്ചു തരാം. കെലോങ്ങിൽ വരുന്നവര് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷെ ട്രക്ക് ചെയ്ത് ചെറിയ റോഡാണ്, ഭയങ്കര നാരോ റോഡ്, ഭയങ്കരമായിട്ട് പേടി. എനിക്കാണെങ്കിൽ നമ്മൾ ഇന്നുവരെ അത് വീഡിയോ എടുക്കാൻ പോലും മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. സത്യം എൻ്റെ ഫുൾ നെഞ്ചിക്കുന്ന പട്ടപ്പട അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. കുറച്ച് പോയില്ലേ നമ്മൾ, കുറച്ച് പോയപ്പോഴത്തേക്കും എന്തു പറയും, എനിക്ക് കാണുന്നതോറും പേടിയാ കൂടിയോണ്ട് ഞാൻ പറഞ്ഞ ഏട്ടാ താഴോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കിലോങ് വരുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. എന്തോ ഷസ്ഹൂർ മൊണാസ്ട്രി എന്നാണ് പറയുന്നത്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കേട്ടോ. കാരണം ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും കിലോങ്ങിൽ വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓൾഡ് ഏൻഷ്യൻ ടെമ്പിൾ എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ പേടി കാരണം ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു. बट नारा रोड है, बहुत नारा रोड है. जाएगा बट कार नहीं जाए, इतना बड़ा कार नहीं जाएगा. रिस्क है थोड़ा, रिस्क है ट्रैकिंग. हाँ थोड़ा, हाँ बुद्ध टेम्पल, हाँ पर बहुत डर लगता है तो नीचे उतर, थोड़ा ऊपर आ गया था. എങ്ങനെയൊക്കെയോ സംഭവിച്ചിട്ട് പൊന്നു. എൻ്റെ ഹിന്ദി ആരും കേട്ട് ചിരിക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി കെലോങ്ങിൽ താഴോട്ട് ഇറങ്ങാല്ലേ. കാരണം ഇത് കാണാനാണ് ഇവിടെ വന്നത്. പക്ഷെ കുറച്ച് റിസ്ക് കൂടുതൽ. നടന്നു പോകുന്നവർക്ക് ട്രക്ക് ചെയ്ത് മാക്സിമം ട്രക്ക് ചെയ്ത് പോകുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അല്ലേ ഏട്ടാ. അല്ലാതെ കൂടുതൽ റിസ്ക് ആണ് കൂടുതൽ. ഓക്കെ, അപ്പം നമുക്കിനി താഴോട്ട് സിസുവിലേക്കും സിസുവും വാലിയും കൂടെ കണ്ടിട്ട് പോവാം. സോ ഗൈസ്, നമ്മളിവിടെ വരണ വഴിക്ക് ഒരു അമ്പലം കണ്ടു കേട്ടോ. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വരണ വഴിക്ക് തന്നെയാണ് അത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ അമ്പലമാണ് കേട്ടോ. എനിക്കൊന്ന് ബുദ്ധൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അമ്പലം ഇല്ലേ ഉണ്ട് കേട്ടോ. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ. എന്തോ ദൈവത്തിന്റെ ഇതായിരിക്കും കേട്ടോ. അല്ല ഇതെന്തോ എന്താണെന്ന് ശരിയാണല്ലോ, ഹിന്ദിയിലെ മായാണല്ലോ. ഇതിന്റെ വ്യൂ കാണിച്ചുതരാ. വെള്ളച്ചാട്ടം ഇത് കാണാൻ പറ്റുന്നുണ്ടാ? ആ ചാനലിൽ കൂടെയാണ് കേട്ടോ പറഞ്ഞത്. കാണിച്ചു ഈ വഴിയാണ് വെള്ളം വരുന്നത്. എന്താ ഇങ്ങനെ പോയി അതിന്റെ അവിടെ ഇനി എവിടെ. സോ ഗൈസ്, ഇതാണ് ശുക്ല പാസ് കേട്ടോ. നമ്മളെ കീലോങ് വരണ വഴിക്ക് തന്നെ ഈ ഒരു സൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം ഉള്ളൂ. ആ താഴെ അങ്ങ് കണ്ടോ കുറെ ടെന്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിട്ട് കാണിച്ചു തരാം, സൂം ചെയ്താ കണ്ടോ. കുറച്ച് വീട് പോലേക്ക് ഇരിക്കുന്ന കണ്ടാ. ഓക്കെ, അവിടെയൊക്കെ ആണെങ്കിൽ മേ ബി ആൾക്കാരൊക്കെ ഇറങ്ങും. പക്ഷെ ഇവിടെ ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ പേരാണ് ശുക്ല പാസ് എന്ന് പറയും അല്ലേ. പോവാം.